എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഡിഗ്രി തല പ്രാഥമിക പരീക്ഷ 2ാം ഘട്ടത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം മേഖലയാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല 3ആയി തിരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. KLZ എന്നോർക്കുക. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. KLZ. കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ് ട്രാൻസ് ഹിമാലയം. ഓക്കെ, അപ്പോൾ KL എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വണ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അല്ലേ? ട്രാൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. ഹിമാലയം 3 ഘടകങ്ങൾ ചേർന്നതാണ് അല്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചാൽ ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഹിമാചൽ, സിവാലിക്, ഹിമാദ്രി 3ഉം ചേർന്നതാണ് ഹിമാലയം. അടുത്താണ് കിഴക്കൻ മലനിരകൾ. പത്കായി ബൂം, നാഗാ കുന്നുകൾ, ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിവ ചേർന്നതാണ് കിഴക്കൻ മലനിരകൾ. പത്കായി ബൂം, നാഗാ കുന്നുകൾ, ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിവ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇനി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സമത്വ സമാജം 1836 1836 ആരംഭിച്ചതാണ് സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ സമത്വ സമാജം, വൈകുണ്ഠ സ്വാമികൾ. ആനന്ദ മഹാസഭ. ആരാണ് ആനന്ദ മഹാസഭ തുടങ്ങിയത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി 1918 ആരംഭിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ആനന്ദ മഹാസഭ. സഹോദര സംഘം എന്ന നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ് 1917. 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. ജാതിനാശിനി സഭ. ജാതിനാശിനി സഭ ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ ആരംഭിച്ചത് 1933. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് 1907. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ചു. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹനൻ അഥവാ കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിച്ച വ്യക്തിയാണ് പൊയ്കയിൽ യോഹനൻ. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി ആരാണ് ആരംഭിച്ചത്? NSS. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, പെരുന്നയിലാണ്. കോട്ടയം പെരുന്നയാണ് അതിന്റെ ആസ്ഥാനം എന്നോട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് യോഗക്ഷേമ സഭ 1908 ആരംഭിച്ചു? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ആരംഭിച്ചതാണ് യോഗക്ഷേമ സഭ 1908. ഇനി പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ആത്മീയ സഭ 1815 അഥവാ 1815 രാജാറാം മോഹൻ റായ് ആരംഭിച്ചതാണ് ആത്മീയ സഭ. 1828 ബ്രഹ്മസമാജം. രാജാറാം മോഹന്റെ നേതൃത്വത്തിൽ 1828 ബ്രഹ്മസമാജം രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ആത്മീയ സഭ രാജാറാം മോഹൻ റായ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അപ്പൊ നമ്മൾ ആത്മാവിന് അല്ലെ നിത്യശാന്തി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഓർത്താൽ മതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് 1867 1867 ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം. സത്യശോധക സമാജം. സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ. ഇപ്പൊ ജ്യോതി എന്ന് പറയുമ്പോൾ തീയാണല്ലോ. അപ്പൊ തീയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അഗ്നിയിലാണ് സത്യം ചെയ്യുക അല്ലെ? അപ്പോൾ സത്യം ചെയ്യുക എവിടെ വെച്ചിട്ടാണ്? അഗ്നിക്ക് മുൻപിലാണ്. അപ്പൊ ജ്യോതി എന്ന് പറയുമ്പോൾ അഗ്നി എന്ന് ഓർക്കണം. ജ്യോതിബ ഫൂലെ സത്യശോധക സമാജം 1873 1873 സത്യശോധക സമാജം ആരംഭിച്ചത് ജ്യോതിബ ഫൂലെയാണ്. ആര്യ സമാജം എല്ലാവർക്കും അറിയാം, ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ആര്യ നല്ല ദയയുള്ള കുട്ടിയാണ് അല്ലേ? അപ്പൊ ആര്യ സമാജം ദയാനന്ദ സരസ്വതി 1875 1875 ആര്യ സമാജം ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ എല്ലാവർക്കും അറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരു സ്മരണാർത്ഥം ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ 1897 1897 രാമകൃഷ്ണ മിഷൻ ആരംഭിച്ച വ്യക്തിയുടെ പേര് സ്വാമി വിവേകാനന്ദൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഹിതകാരിണി സമാജം. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ് ഹിതകാരിണി സമാജം. 1906 വീരേശലിംഗം ആരംഭിച്ചതാണ് ഹിതകാരിണി സമാജം. അടുത്തത് ഒരു കോഡിലൂടെ നമുക്ക് ന്യൂയോർക്ക് ആസ്ഥാനമായ ജനീവ ആസ്ഥാനമായ സംഘടനകൾ ഓർത്തുവയ്ക്കാം. അപ്പോൾ
ജനീവ ആസ്ഥാനമായി വരുന്ന സംഘടനകൾ. കോഡ് ഇതായിരുന്നു: സർവ്വ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ആരോഗ്യവും സമ്പത്തും നൽകുന്നത് കുരിശാണ്. സർവ്വ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ആരോഗ്യവും സമ്പത്തും നൽകുന്നത് കുരിശാണ്. കുരിശ്. ഓക്കെ, ഇപ്പൊ സർവ്വ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ആരോഗ്യവും സമ്പത്തും നൽകുന്ന ആരാണ്? കുരിശാണ്. അപ്പൊ സർവ എന്ന് പറയുമ്പോൾ സർവ്വരാജ്യസംഘത്തിന്റെ ആസ്ഥാനം, ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമിയാണ് ഏത്? സർവ്വരാജ്യസംഘ്യം അല്ലെ. അപ്പൊ സർവ്വരാജ്യസംഘത്തിന്റെ ആസ്ഥാനം ഏതാണ്? ജനീവയാണ്. തൊഴിലാളി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനവും ഏത് തന്നെയാണ്? ജനീവയാണ്. വ്യാപാരി എന്ന് പറയുമ്പോൾ സർവ്വ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എന്നല്ലേ. അപ്പോൾ വ്യാപാരി എന്ന് പറയുമ്പോൾ ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTOയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകാരോഗ്യ സംഘടന, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം, ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനവും ജനീവയാണ്. കുരിശ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, ക്രോസ് ആണ് അല്ലെ. റെഡ് ക്രോസിന്റെ ആസ്ഥാനം ഏതാണ്? ജനീവയാണ്. അപ്പോൾ സർവ്വ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ആരോഗ്യവും സമ്പത്തും നൽകുന്നത് ആരാണ്? കുരിശാണ്. അപ്പോൾ കുരിശ് എന്ന് പറയുമ്പോൾ റെഡ് ക്രോസ് എന്ന് ഓർക്കണം. സമ്പത്ത് എന്ന് പറയുമ്പോൾ ലോക സാമ്പത്തിക ഫോറം ഓർക്കണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന. വ്യാപാരികൾക്ക് എന്ന് പറയുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ രാജ്യാന്തര തൊഴിൽ സംഘടന അഥവാ ILOയുടെ ആസ്ഥാനവും എന്ത് തന്നെയാണ്? ജനീവയാണ്. ജനീവ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും PSC സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലെ. ലിപ്പു ലേക്ക് എന്താണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പു ലേക്ക്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പു ലേക്ക്. ഓക്കെ, അടുത്തത് ഷിപ്കില. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില. സോജില എന്താണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ശ്രീനഗറിനെയും കാർഗിലിനെയും, ഇപ്പോൾ ശ്രീ കാറിലിരുന്ന് എന്ത് ചെയ്തു? സോജില എന്ന് പറയുന്നതാണ്, സോച്ചില എന്ന് പറയുന്നതാണ്. ചിന്തിക്കുക അല്ലെ. ഇപ്പോൾ ശ്രീനഗർ, കാർഗിൽ. ഇപ്പോൾ ശ്രീ കാറിലിരുന്ന് എന്ത് ചെയ്തു? സോജിന. ചിന്തിച്ചു അല്ലെ. അപ്പോൾ ശ്രീനഗർ, കാർഗിൽ എന്നീ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. നാത്തുല. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാത്തുല. ഒന്നുകൂടെ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചുരങ്ങൾ. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപ്പു ലേക്ക്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹിമാലയൻ നദികൾ അല്ലേ. സിന്ധു. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. അപ്പോൾ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അത് എല്ലാവർക്കും അറിയാലോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 ഹിമാലയൻ നദികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്നത് സിന്ധുവിനെ കുറിച്ചാണ്. സിന്ധു ഏകദേശം 2880 കിലോമീറ്റർ ആണ് സിന്ധുവിൻ്റെ നീളം. 2880 കിലോമീറ്റർ ആണ് ഏകദേശ നീളം. പക്ഷേ ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമാണ് സിന്ധു ഒഴുകുന്നത്. ബ്രഹ്മപുത്ര, ഗംഗ, സിന്ധു 3 നദികളിൽ ഏറ്റവും നീളം കൂടിയത് സിന്ധുവാണ്, 2880. പക്ഷേ ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമാണ് സിന്ധു ഒഴുകുന്നത്. ഇന്ത്യൻ ഭൂപ്രദേശത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ചോദിച്ചാൽ അത് ഗംഗയാണ്. 2500 കിലോമീറ്റർ നീളം ഗംഗയ്ക്കുണ്ടെന്നോട് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് ബ്രഹ്മപുത്ര. 2900 കിലോമീറ്റർ നീളമുണ്ടെങ്കിലും ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഒഴുകുന്നത്. അപ്പോൾ 3 നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവിൻ്റെ നീളം 2880. സിന്ധുവിൻ്റെ നീളം എത്രയാണ്? 2880. ഗംഗയുടെ നീളം എത്രയാണ്? 2500. ബ്രഹ്മപുത്ര 2900. അപ്പോൾ സിന്ധു 2880, ഗംഗ 2500, ബ്രഹ്മപുത്ര 2900. പക്ഷേ സിന്ധു ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമാണ്, ബ്രഹ്മപുത്ര 725 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്, ഗംഗ. ഇനി എവിടെ നിന്നാണ് ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് നോക്കിക്കേ. സിന്ധു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഗംഗ ഗംഗോത്രി ഹിമാലയയിലെ ഗോമുഖ് ഗുഹകളിൽ നിന്ന്.
ഗായ്മുഖ് എന്നാണ് പറയുക. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഗോമുഖ് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പോൾ സിന്ധു ടിബറ്റിലെ മാനസ സരോവർ തടാകം. ഗംഗ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹകളിൽ നിന്നും. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പോൾ ഗംഗയുടെ നീളം ഓർത്തു വെക്കണം, 2500 സിന്ധുവിൻ്റെ 2880. 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ബ്രഹ്മപുത്രയുടെ നീളം 2900 ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 725 കിലോമീറ്റർ ആണ്. സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടെക്സ്റ്റ് ബുക്കിൽ ജലം കൊടുത്തിട്ടുണ്ട്. ഗംഗയുടെ യമുന, ബ്രഹ്മപുത്രയുടെ ടീസ്റ്റ. ഓക്കെ, ടീസ്റ്റ. അപ്പോൾ ബാക്കി ഹിമാലയൻ നദികളും അതിൻ്റെ പോഷക നദികളും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അടുത്തത്, സിന്ധു അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഗംഗ ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. സിന്ധു അറബിക്കടലിലും ഗംഗ ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടലിലും ചെന്ന് പതിക്കുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ആരാണ്? സിന്ധുവാണ്. സിന്ധു അറബിക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും എവിടെയാണ്? ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. സിന്ധു അറബിക്കടലിലും ഗംഗ ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടലിലും ചെന്ന് പതിക്കുന്നു. ഇനി നദികൾ മെനഞ്ഞ സമതലങ്ങൾ അല്ലേ, ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര സമതലത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ 4 ഭാഗങ്ങളാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിന്ധു നദി അല്ലേ, ഇന്ത്യ വിട്ടു പോകുന്ന ഒരു പ്രദേശം അല്ലേ, പഞ്ചാബ് ഹരിയാന സമതലം. സിന്ധുവും പോഷക നദികളും കൂടി ചേർന്നുണ്ടാവുന്നതാണ് പഞ്ചാബ് ഹരിയാന. ഓക്കെ, സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ലൂണി, സരസ്വതി നദി. അപ്പോൾ ലൂണി, സരസ്വതി നദി എന്നിവ ചേർന്നുണ്ടാകുന്നതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം. അടുത്തത് ഗംഗാ സമതലം. ഗംഗയും പോഷക നദികളും ചേർന്നുണ്ടാവുന്നതാണ് ഗംഗാ സമതലം. അസമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ. ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്നുണ്ടാകുന്നത് അസമിലെ ബ്രഹ്മപുത്ര സമതലം. ഗംഗയും പോഷക നദികളും ചേർന്നുണ്ടാകുന്നത് ഗംഗാ സമതലം. സിന്ധുവും പോഷക നദികളും ചേർന്നുണ്ടാകുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് സിന്ധു എന്ന് ഓർത്താൽ മതി. പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദിയും ചേർന്നുണ്ടാകുന്നതാണ്. ഇനി ലൂണിയും സരസ്വതി നദികളും ചേർന്നുണ്ടാകുന്നതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ, ഉത്ഭവസ്ഥാനം, അവയുടെ നീളം, പ്രധാന പോഷക നദികൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണല്ലേ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. സ്ഥിരമായി നമ്മൾ പഠിക്കുന്ന ഉപദ്വീപീയ നദികൾ അല്ലേ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാനടനായിരുന്നു അല്ലേ മൈക്കൽ ജാക്സൺ, അങ്ങനെ ഓർത്താൽ മതി. മഹാനദി മൈക്കല നിരകളിൽ നിന്നാണ് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. 857 കിലോമീറ്റർ നീളമാണ് മഹാനദിക്കുള്ളത്. ഇബ്, ടെൽ എന്നിവ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പോൾ ഇബും ടെല്ലും മഹാനദിയുടേതാണ്. ഇബും ടെല്ലും മഹാനദിയുടെ പോഷക നദികളാണ്. 857 കിലോമീറ്റർ ആണ് നീളം. മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രണ്ടാമത്തേതാണ് ഗോദാവരി അല്ലേ. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് യഥാർത്ഥ ഉത്ഭവം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ. അപ്പോൾ ഗോദയിൽ ഇറങ്ങിയ നമ്മുടെ നാസിക് അല്ലേ, നോസിലേക്ക് നല്ല ഇടി കിട്ടുന്ന ഓർത്താൽ മതി. ഇപ്പോൾ ഗോദയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നോസിലേക്ക് നല്ല ഇടി കിട്ടുന്ന ഓർത്താൽ മഹാരാഷ്ട്രയിലെ നാസിക്. നോസിലേക്ക് എന്ന് പറയുമ്പോൾ നാസിക് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഗോദാവരി നാസിക് ജില്ല, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഗോദാവരിയാണ്. ഗോദാവരി ഏറ്റവും വലുത് ഗോദാവരിയാണ്. ഗോദാവരി 1465 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം. ഇന്ദ്രാവതിയും ശബരിയും ഗോദാവരിയുടെ പോഷക നദികളാണ്. അടുത്താണ് കൃഷ്ണ.
മഹാബലവാനാണ് കൃഷ്ണൻ അല്ലേ. അപ്പോൾ മഹാബലേശ്വർ എന്ന് ഓർത്താൽ മതി. മഹാബലവാനാണ് കൃഷ്ണൻ എന്ന് ഓർക്കുമ്പോൾ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗം തന്നെയാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത് കൃഷ്ണ. 1400 കിലോമീറ്റർ ആണ്. ഭീമ, തുംഗഭദ്ര. അപ്പോൾ കൃഷ്ണനെ ഓർക്കുമ്പോൾ ഭീമനെ ഓർക്കണം, ഭദ്രനെ ഓർക്കണം അല്ലേ. അപ്പോൾ കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഭീമയും തുംഗഭദ്രയുമാണ്. ഭീമനും തുംഗഭദ്രനും ഓർത്താൽ മതി. കൃഷ്ണന്റെ കൂട്ടുകാരൊക്കെയാണ് ഭീമനും ഭദ്രനുമാണ്. അപ്പോൾ കൃഷ്ണനദിയുടെ പോഷക നദികൾ ഭീമ, തുംഗഭദ്ര. കാവേരി നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ അല്ലേ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി. കാവേരി എവിടെയാണ്? കർണാടകമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കർണാടകവുമായി ബന്ധപ്പെട്ടതാണ് കാവേരി നദി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 800 കിലോമീറ്റർ ആണ് നീളം. 800 കിലോമീറ്റർ. കബനി, അമരാവതി എന്നിവയാണ് കാവേരി നദിയുടെ പോഷക നദികൾ. കാവേരി, അമരാവതി, കാവേരി, അമരാവതി അല്ലേ. അപ്പോൾ കാവേരി കബനിയും കൂടെ എന്ത് ചെയ്തു? അമര പറിക്കാൻ പോയി. കാവേരിയും കബനിയും കൂടെ അമര പറിക്കാൻ പോയി. കാവേരി നദിയുടെ പോഷക നദികൾ കബനിയും അമരാവതിയും. 800 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളാണ് ഉത്ഭവസ്ഥാനം. കർണാടകയുമായി ബന്ധപ്പെട്ടതാണ്, ഓർത്തു വെച്ചാൽ മതി. നർമ്മദ, മൈക്കല നിരകൾ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത് നർമ്മദ. ഓക്കെ. മധ്യപ്രദേശിലെ മൈക്കല നിര എന്നാണെങ്കിൽ ശ്രദ്ധിക്കണം, മധ്യപ്രദേശിലെ മൈക്കല നിരയാണെങ്കിൽ മഹാനദി. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയാണെങ്കിൽ നർമ്മദ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളാണെങ്കിൽ നർമ്മദ. 1312 കിലോമീറ്റർ നീളമുണ്ട്. ഹിരൺ, ബഞ്ചൻ എന്നിവ പോഷക നദികളാണ്. ഹിരൺ, ബഞ്ചൻ എന്നിവ പോഷക നദികൾ. ആരുടെ? നർമ്മദയുടെ പോഷക നദികളാണ് ഹിരൺ, ബഞ്ചൻ എന്നിവ. 1312 കിലോമീറ്റർ നീളമുണ്ട്. മൈക്കല നിരകൾ ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. താപ്തി നദി ഇപ്പം എന്താണ്? മുൻതായി പീഠഭൂമി. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി. അപ്പോൾ തപ്പി, മുട്ടായി തപ്പി. മുൻതായി എന്ന് പറയുമ്പോൾ മുട്ടായി തപ്പി എന്ന് ഓർത്താൽ മതി. മുൻതായി തപ്പി എന്താണ്? മുൻതായി പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് താപ്തി. താപ്തി നദി. തപ്പി എന്ന് പറയുമ്പോൾ താപ്തി എന്ന് ഓർക്കണം. മുട്ടായി എന്ന് പറയുമ്പോൾ മുൻതായി എന്ന് ഓർത്താൽ മതി. അപ്പോൾ മുൻതായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി. 724 കിലോമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന ഏറ്റവും ചെറുത് ഏതാണ്? താപ്തി നദിയാണ് അല്ലേ. 724 കിലോമീറ്റർ. 724 കിലോമീറ്റർ നീളമാണ് താപ്തി നദിക്കുള്ളത്. ആനർ, ഗിർന, ആനർ, ഗിർന എന്നിവയാണ് താപ്തി നദിയുടെ പോഷക നദികൾ. ആനർ, ഗിർന, താപ്തി നദി. ഹിരൺ, ബഞ്ചൻ, നർമ്മദ. കബനി, അമരാവതി, കാവേരി. ഭീമ, തുംഗഭദ്ര, കൃഷ്ണ. ഇന്ദ്രാവതി, ശബരി, ഗോദാവരി. ഇബിട്ടൽ, മഹാനദി. അപ്പോൾ ആനർ, ഗിർന, താപ്തി, ഹിരൺ, ബഞ്ചൻ, നർമ്മദ. കാവേരിയും കബനിയും അമര വരിക്കാൻ പോയി എന്നല്ലേ പറഞ്ഞപ്പോൾ കാവേരിയുടെ പോഷക നദികൾ കബനിയും അമരാവതിയും. കൃഷ്ണന്റെ കൂട്ടുകാർ ഭീമനും തുംഗഭദ്രനും അല്ലേ. കൃഷ്ണ, ഭീമ, തുംഗഭദ്ര. ഗോദാവരി, ഗോദാവരിയുടെ ഏതാണ്? ഇന്ദ്രാവതിയും ശബരിയും. മഹാനദി ഇബിട്ടൽ. ഏറ്റവും വലുത് ചോദിച്ചാൽ ഗോദാവരിയാണ്. 1465 മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇനി പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ളതാണ്. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടലാണല്ലോ. അപ്പോൾ അറബിക്കടലിനും പശ്ചിമം എന്ന് പറഞ്ഞതാണ് പടിഞ്ഞാറ് എന്ന് ഓർത്താൽ മതി. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. റാൻ ഓഫ് കച്ച് ഗുജറാത്തിൻ്റെ ഭാഗമാണ് അല്ലേ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അടുത്തതാണ് കിഴക്കൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. അപ്പോൾ പടിഞ്ഞാറ് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? പടിഞ്ഞാറ് അറബിക്കടലാണ്. പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗത്താണെന്ന് ഓർത്താൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനിടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ അവിടെ ആരാണ്? ഗുജറാത്താണ് അല്ലേ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുണ്ട്. ഇവിടെ വീതി കുറവാണെന്ന് ഓർക്കണം. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ ഇതെല്ലാം എന്താണ്? ഈ പടിഞ്ഞാറൻ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ വരുന്നത്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. അപ്പോൾ പടിഞ്ഞാറ് നോക്കിക്കേ എന്തൊക്കെയുണ്ട്? ഗുജറാത്ത് ഉണ്ട്, മലബാറുണ്ട്, കൊങ്കൺ തീരസമതലവും ഉണ്ട്. കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞാലോ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും. നോക്കി ഇവിടെയല്ലേ ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ആരുള്ളത്?
കിഴക്കൻ തീരസമതലമുള്ളത്. ഓക്കെ, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് ആര്? കിഴക്കൻ തീരസമതലം. ഇവിടെ വീതി കൂടുതലല്ലേ? നോക്കി, ഇവിടെ വീതി കൂടുതലല്ലേ? ഇവിടെ വീതി കുറവും ഈ ഭാഗങ്ങളിലേക്ക് എന്താണ് വീതി കൂടുതലല്ലേ? അപ്പോൾ കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് വടക്കൻ സിർക്കാസ്. എവിടെയാണ് വടക്കൻ സിർക്കാസ്? കിഴക്കൻ തീരസമതലത്തിലാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറാണെങ്കിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കാണ്. പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും അല്ലേ? അസമും ബംഗ്ലാദേശൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അസം തീരങ്ങളിലൊക്കെ കൂടുതൽ ഇന്ന് നടക്കുന്നുണ്ട് ഡെൽറ്റ രൂപീകരണം നടക്കുന്ന ഓർത്താൽ മതി. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കാർഷിക കാലങ്ങൾ. 3 കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ഖാരിഫ്, റാബി, സയ്ദ്. 3 കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം അല്ലേ? ജൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നതാണ് ആര്? ഖാരിഫ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയെടുത്ത് മൺസൂണിൻ്റെ അവസാനം വിളവ് എടുക്കുന്നതാണ്. വിളയിറക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിളവെടുപ്പ് മൺസൂണിൻ്റെ അവസാനത്താണ്. അപ്പോൾ മൺസൂണിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ നവംബറിൻ്റെ ആദ്യ വാരം അല്ലേ? നെല്ല്, ചോളം, പരുത്തി, തിന, ചണം, കരിമ്പ്, നിലക്കടല ഇവയെല്ലാം എന്താണ്? ഖാരിഫിൽ പെടുന്നു. അപ്പോൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഓക്കെ, നെല്ല്, ചോളം, പരുത്തി, തിന, ചണം, കരിമ്പ്, നിലക്കടല എല്ലാം എന്തിലാണ്? ഖാരിഫിലാണ്. രണ്ടാമതാണ് റാബി. നവംബർ മധ്യം മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടമാണ് റാബി. അപ്പോൾ നവംബർ മധ്യം എന്ന് പറയുമ്പോൾ ശൈത്യകാല ആരംഭത്തിലാണ് ഏത്? റാബി. വേനലിൻ്റെ ആരംഭത്തോടു കൂടി എന്ത് ചെയ്യുന്നു? അത് അവസാനിക്കുന്ന വിളയെടുക്കുന്നു അല്ലേ? ഇപ്പോൾ നവംബർ മധ്യം മുതൽ മാർച്ച് വരെയാണ് റാബി. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം റാബി കാർഷിക കാലത്തിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തേതാണ് സയ്ദ്. സയ്ദ് എളുപ്പമാണല്ലേ പഠിക്കാൻ? എന്താണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എപ്പോഴാണ്? മാർച്ചിലാണ്. അതിൻ്റെ വേനലിൻ്റെ ആരംഭത്തിലാണ്. മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി നീന്തി വിളവെടുക്കുന്നു. അപ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെയാണെങ്കിൽ എന്താണ്? അത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സയ്ദ്. ഓക്കെ, എന്താണ് തിനവിള അഥവാ മില്ലറ്റ് എന്ന് പറഞ്ഞ്? ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്റ, റാഗി. നോക്കിക്കേ, ജോവർ, ബജ്റ, റാഗി തുടങ്ങിയവയെ വിളിക്കുന്ന പേരാണ് തിനവിള, മില്ലറ്റ്സ് അല്ലേ? മില്ലറ്റുകളുടെ വർഷം ഏതാണ്? 2023 അല്ലേ? 2023 മില്ലറ്റ് ഇയർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ്, റാബി, സയ്ദ്. സയ്ദ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. റാബി എന്താണ്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗമാണ്. ഖാരിഫിൽ നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല. അപ്പോൾ എന്താണ് തിനവിള എന്ന് പറഞ്ഞാൽ? ജോവർ, ബജ്റ, റാഗി എന്നിവ ചേർന്നതാണ്. ഇനി ദേശീയ ജലപാത, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? ദേശീയ ജലപാതകൾ NW1 നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലാണ് അല്ലേ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ് നീളം. ഏറ്റവും നീളം കൂടിയത് ദേശീയ ജലപാത 1 അല്ലേ? NW1 ആണ്. ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ. 1620 കിലോമീറ്റർ ആണ് NW1. അടുത്താണ് NW2. എത്രയാണ്? 891 കിലോമീറ്റർ ആണ് NW2. എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് NW2. നാഷണൽ വാട്ടർവേ 2 അഥവാ ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ മുതൽ ധൂബ്രി വരെയാണ് 2. ഇനി ദേശീയ ജലപാത 3 അഥവാ NW3 നാഷണൽ വാട്ടർവേ 3 എത്രയാണ്? 205 കിലോമീറ്റർ ആണ്. 205 കിലോമീറ്റർ കോട്ടപ്പുറം വരെയാണ് അല്ലേ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3. അപ്പോൾ NW1 ഗംഗാ നദിയിലാണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ നീളം. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ദേശീയ ജലപാത 3 അഥവാ NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. പശ്ചിമ തീര കനാലിലൂടെയാണ്. ഓക്കെ, വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ഏത്? NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. 205 കിലോമീറ്റർ ആണ്. NW4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന്
കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ഇത് NW4. അപ്പോൾ ഗോദാവരി കൃഷ്ണ NW4 കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ, കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4. അപ്പോൾ 4 കാക്കാന്ന് ഓർത്താൽ മതി. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് NW4. 4 കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1095 കിലോമീറ്ററാണ് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദേശീയ ജലപാത 5 NW5 പൂർവ്വതീര കനാലുമായിട്ട് അല്ലേ, ഈസ്റ്റ് കോസ്റ്റ് കനാലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ദേശീയ ജലപാത 5. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ജലപാത 5. 623 കിലോമീറ്റർ നീളമാണുള്ളത്. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണ്. NW1 ഗംഗാ നദിയിലാണ്, NW2 ബ്രഹ്മപുത്ര നദിയിലാണ്, NW4 വെസ്റ്റ് കോസ്റ്റ് കനാലിലാണ്, NW3 വെസ്റ്റ് കോസ്റ്റ് കനാലാണ്, NW4 ഗോദാവരി കൃഷ്ണ നദിയാണ്, NW5 പൂർവ്വതീര കനാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ NW1, സാദിയ മുതൽ ധൂബ്രി വരെ NW2, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ NW3, കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ NW4, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ NW5. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതയുമാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല, സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. അടുത്താണ് ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇസ്കോ അല്ലേ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. പശ്ചിമ ബംഗാൾ ആസ്ഥാനമായി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയാണെങ്കിൽ ടിസ്കോ. പബ്ലിക് സെക്ടറിലെ ആദ്യത്തെ ചോദിച്ചാൽ, പബ്ലിക് സെക്ടറിലെ പൊതുമേഖലയിലെ ആദ്യത്തെ ചോദിച്ചാൽ അത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലേ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല, ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. കർണാടകയിലെ ഭദ്രാവതിയാണ് ആസ്ഥാനം. കർണാടകയിലെ ഭദ്രാവതി ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചോദിച്ചാൽ, അതായത് പൊതുമേഖലയിലെ ആദ്യത്തെ ചോദിച്ചാൽ ഇസ്കോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ചോദിച്ചാൽ വിശ്വേശ്വരയ്യ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഓക്കെ, റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടു കൂടി. അപ്പോൾ റോജ എന്ന് ഓർക്കുക, റോജ എന്ന് ഓർക്കുക. എന്താണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ഓക്കെ, ഒഡീഷ O എന്ന് ഓർക്കണം. ജർമ്മനി JA ആണ്, കോമൺ ആയിട്ട് കൊടുത്തതാണ്. ഓക്കെ, GE ആണ് ജർമ്മനിയുടെ സ്പെല്ലിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ റോജ എന്ന് പറയുമ്പോൾ എന്താണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ഇനി ഭിലായ്. ഭിലായ് ആരാണ്? റഷ്യയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചതാണ്. റഷ്യയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചതാണ് ഭിലായ്. 1959 രണ്ടിൻ്റെയും വർഷം. അപ്പോൾ റൂർക്കേലയും ഭിലായും 1959 വർഷം. റൂർക്കേല എന്ന് പറയുമ്പോൾ ജർമ്മനിയാണ്, ഭിലായ് എന്ന് പറയുമ്പോൾ റഷ്യയാണ്. അടുത്തതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ദുർഗ അല്ലേ, പ്രധാന ആരാധനാപാത്രമായത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലേ. ബംഗാൾ ജനതയുടെ ഇഷ്ട ദേവതയാണ് ദുർഗ അല്ലേ. അപ്പോൾ ബംഗാളുകാരെ എത്രയധികം ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് ആര്? UK ബ്രിട്ടീഷുകാർ അല്ലേ. അപ്പോൾ ആരാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. അപ്പോൾ പശ്ചിമ ബംഗാളുകാരുടെ ഇഷ്ടദേവത ബംഗാൾ, പശ്ചിമ ബംഗാൾ അല്ലേ. വെസ്റ്റ് ബംഗാളുകാരുടെ ഇഷ്ടദേവത എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാൾ.
ദുർഗാപൂർ. ആരാണ്? ബ്രിട്ടനാണ് സഹായിച്ചത് 1962. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടത് ദുർഗയാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളുകാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ദുർഗയാണ്. അപ്പോൾ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അവിടെയാണ് ആരംഭിച്ചത് 1962. ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ അതും റഷ്യയുടെ സഹായത്തോടു കൂടി 1964 ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ് ആരംഭിച്ചത്. ബൊക്കാറോയിൽ ആരംഭിച്ചതാണ് ബൊക്കാറോ എവിടെയാണ് ചോദിച്ചാൽ ജാർഖണ്ഡ്. ആരെ സഹായിച്ചത്? റഷ്യയാണ്. ബൊക്കാറോ റഷ്യ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടറിലുള്ളത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലാണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഇനി പൊതുമേഖലയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ അത് ടിസ്കോ, പബ്ലിക് സെക്ടർ ആണെങ്കിൽ ഇസ്കോ. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കശാല ചോദിച്ചാൽ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്, കർണാടകയിലെ ഭദ്രാവതിയിലാണ്. ഇനി റഷ്യയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ ഏതാണ്? ഭിലായി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് 1959 റഷ്യയുടെ സഹായത്തോടുകൂടി. ഇനി റോജ എന്താണ്? റൂർക്കേല, ഒഡീഷ, ജർമ്മനി 1959 തന്നെയാണ് ഒഡീഷയിലെ സുന്ദർഗഡിലാണ് സ്ഥാപിച്ചത്. ഇനി ദുർഗ ഇഷ്ടമുള്ളവരാണ് വെസ്റ്റ് ബംഗാൾ അല്ലേ. ഇപ്പോൾ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ. ആരെ സഹായിച്ചത്? ബ്രിട്ടനാണ് 1962. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ റഷ്യയാണ് അല്ലേ. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ് 1964. ഇനി പഞ്ചവത്സര പദ്ധതികളാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഏതൊരു പുതിയ പദ്ധതിയും തുടങ്ങുമ്പോൾ എന്നാണ്? പുതിയ സാമ്പത്തിക വർഷമായിരിക്കും അല്ലേ. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. 51നോടൊപ്പം 5 കൂട്ടിയാൽ 56 മാർച്ച് വരെയാണെന്ന് ഓർത്താൽ മതി. സാമ്പത്തിക വർഷം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 51 തുടങ്ങി 5 വർഷം 56 മാർച്ച് വരെ. 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. ഒന്നുകൂടെ പറയാം. 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയായിരുന്നു ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഓരോ പദ്ധതിക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളും മുൻഗണനാ ക്രമങ്ങളുമുണ്ട്. എന്നാൽ എല്ലാ പദ്ധതികൾക്കും പൊതുവായ ചില ലക്ഷ്യങ്ങളുമുണ്ട്. എന്തായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യം നോക്കിക്കേ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പൊതുലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് കാലയളവെന്ന് പറഞ്ഞു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. 1951 മുതൽ 56 വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ വ്യാവസായിക വികസനം 56 മുതൽ 61 വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അല്ലേ. 1966 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് ലക്ഷ്യം. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 1969 മുതൽ 74 വരെ. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെ. 5-നൊരു പഞ്ചുണ്ട് അല്ലേ. ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5 എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5. ഓക്കെ, അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെ. 1980 മുതൽ 85 വരെ ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ആറാം പഞ്ചവത്സര പദ്ധതി. 80 മുതൽ 85 വരെ. 1980 മുതൽ 85 വരെ ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെ. 1985 മുതൽ 1990 വരെ ഏഴാം പഞ്ചവത്സര പദ്ധതി. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്.
ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് 1985 മുതൽ 90 വരെ നീണ്ടുനിന്ന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. 8 1992 മുതൽ 1997 വരെ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1992 മുതൽ 1997 വരെ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. മാനവശേഷി വികസനം ലക്ഷ്യമാക്കി 1992 മുതൽ 1997 വരെ നിലനിന്നാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അല്ലേ, വികേന്ദ്രീകൃത ആസൂത്രണം. വികേന്ദ്രീകൃത ആസൂത്രണം ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലേ. വികേന്ദ്രീകൃത ആസൂത്രണം അഥവാ ഡീസെൻട്രലൈസേഷൻ എന്തിന്റെ ഭാഗമാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെയാണ് കാലയളവ്. 1997 മുതൽ 2002 വരെ കാലയളവിലുണ്ടായിരുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണം അഥവാ ഡീസെൻട്രലൈസേഷൻ 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്താണ് വളരെ പ്രധാനപ്പെട്ട 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. 2002 മുതൽ 2007 വരെ 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക 2002 മുതൽ 2007 വരെ. അടുത്താണ് 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 2007 മുതൽ 2012 വരെയായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര സംഭാവന. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര സംഭാവനയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. അടുത്താണ് 12ാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമാണ്. 2012 മുതൽ 2017 വരെ. 2012 മുതൽ 2017 വരെ 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി 12ാം പഞ്ചവത്സര പദ്ധതി. ഓർത്തു വയ്ക്കണേ, 12ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് മഹലനോബിസ്. പ്രസന്നചന്ദ്ര മഹലനോബിസ് അഥവാ PC മഹലനോബിസ് എല്ലാവർക്കും അറിയാം അല്ലേ. PC മഹലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PC മഹലനോബിസ്, പ്രസന്നചന്ദ്ര മഹലനോബിസ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയാണ് ആര്? PC മഹലനോബിസ്, പ്രസന്നചന്ദ്ര മഹലനോബിസ്. കൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തനായ ഒരു സാംഖിക വിദഗ്ധനായിരുന്നു. നോക്കിക്കേ, 1893 കൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തനായ സാംഖിക വിദഗ്ധനായിരുന്നു. സാംഖികം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ അന്താരാഷ്ട്ര പ്രശസ്തനാക്കി. ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അംഗം ആയിരുന്നു. കൽക്കത്തയിൽ അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിക്സ് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കത്തയിലാണ്. അതിൻ്റെ ജേണലാണ് സാംഖ്യ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൽക്കത്തയിലാണ്. ജേണലിൻ്റെ പേര് സാംഖ്യ എന്നാണ്. സാംഖ്യ. അടുത്തത് മഹാരത്നങ്ങൾ, നവരത്നങ്ങൾ, മിനി രത്നങ്ങൾ. എന്താണ് മഹാരത്ന കമ്പനികൾ? ഇന്ത്യൻ ഓയിൽ, സ്റ്റീൽ അതോറിറ്റി. ഇത് രണ്ടും ഓർത്താൽ മതി. മഹാരത്ന കമ്പനികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും മഹാരത്ന കമ്പനികളാണ്. ഇനി നവരത്ന എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് നവരത്ന കമ്പനികളാണ്. ഇനി മിനി രത്ന കമ്പനികൾ എന്തൊക്കെയാണ്? ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ BSNL അല്ലേ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്തത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതെല്ലാം എന്തിനെയാണ്? മിനി രത്നയുടേതാണ്. അടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ്, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരം വന്നത് ഏതാണ്? നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നീതി ആയോഗിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 ജനുവരി 1 ഇത് രൂപീകരിച്ചത്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ.
പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളുമുണ്ട്. രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രിയാണ് ചെയർമാൻ എന്ന് ഓർത്തുവെക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും യൂണിയൻ ടെറിട്ടറിയിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അൺഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളും ഉണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ CEO ആരാണെന്ന് ഓർത്ത് വയ്ക്കണേ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിൻ്റെ CEO ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. ചോദിച്ച ചോദ്യമാണ്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് നീതി ആയോഗിൽ പ്രവർത്തിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രധാനമന്ത്രി നിയമിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററാണ് നിയോഗിക്കുക. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതായത് പ്രവാസി ഇന്ത്യക്കാരുണ്ടാവുമല്ലോ, അവരുടെ സർവീസ് നമ്മുടെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഓക്കെ, ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നഗരങ്ങളെ കുറച്ചുകൂടെ സേഫ് ആക്കിയിട്ട് സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അപ്പോൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നതും നീതി ആയോഗിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അടുത്തത് നീതി ആയോഗ്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, നീതി ആയോഗ്. ഹരിത വിപ്ലവം വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള HYV, ഹൈ ഈൽഡ് അല്ലേ, HI. ഓക്കെ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ട്രാക്ടർ, പവർ ട്രില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കൽ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വേണം, രാസവളങ്ങളും കീടനാശിനികളും വേണം, ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം ഉണ്ടാവണം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കും. ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പ്രധാനമായിട്ടും ഇന്ത്യയിൽ പട്ടിണി അല്ലേ, സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഭക്ഷ്യമേഖലയിലും വല്ലാത്തൊരു ഞെരുക്കം വന്ന സമയത്താണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം വേണം. വിത്ത് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അവിടെ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരും. കൂടാതെ എന്ത് ചെയ്യണം? ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പവർ ടില്ലറുകൾ, അതുപോലെ തന്നെ പമ്പ് സെറ്റ്, ട്രാക്ടർ ഇവയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. സ്വന്തമായിട്ട് എല്ലാവർക്കും പമ്പ് സെറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ പമ്പ് സെറ്റ് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചെറിയ നിരക്കിൽ കുറഞ്ഞ പലിശയ്ക്ക് എന്ത് ചെയ്യണം? കർഷകർക്ക് വായ്പ ഉണ്ടാക്കണം. ഇപ്പം മെച്ചപ്പെട്ട ജലസേചന സൗകര്യം ഉണ്ടായിരിക്കണം, നല്ല ഉൽപ്പാദന ശേഷിയുള്ള വിത്ത് ഉണ്ടായിരിക്കണം, രാസവളങ്ങളും കീടനാശിനികളും ഉണ്ടായിരിക്കണം അല്ലേ. ട്രാക്ടർ, പവർ ടില്ലറുകളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കുറച്ചുകൂടെ അവിടെ എന്ത് ചെയ്യണം? ഉപയുക്തമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൽ 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടം 1960, 10 വർഷമായിരുന്നു അല്ലേ. ആദ്യഘട്ടം 1965 മുതൽ
75 വരെയായിരുന്നു. അപ്പോൾ 2 ഘട്ടമാണ് ഇതിനുള്ളത്, ഹരിത വിപ്ലവത്തിനുണ്ടായിരുന്നത്. 65 മുതൽ 75 വരെയാണ് ആദ്യഘട്ടം. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം 65 മുതൽ 75 വരെയാണ്. പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് 1-ാം ഘട്ടം ഒതുങ്ങി നിന്നു. കൂടുതലായിട്ടും ഗോതമ്പ് ഉൽപ്പാദനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹരിത വിപ്ലവത്തിന് പകരം ഗോതമ്പ് വിപ്ലവം എന്നും ചിലർ വിളിക്കാറുണ്ട്. 1965 മുതൽ 75 വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം കാലഘട്ടം. പഞ്ചാബ്, ഹരിയാന, ആന്ധ്ര, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെട്ടു. PHAT എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. 2-ാം ഘട്ടം 75 മുതൽ 85, 10 വർഷം ഗ്യാപ്പല്ലേ. അപ്പോൾ 75 മുതൽ 85 വരെയാണ് 2-ാം ഘട്ടം. അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഹരിത വിപ്ലവം വ്യാപിക്കാൻ സഹായകമായി. കൂടുതൽ വിളകളിലേക്ക്, ആദ്യം ഗോതമ്പ് മാത്രമായിരുന്നു കേന്ദ്രീകരണമെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു, മറ്റ് വിളകളിലേക്ക് കൂടെ ഹരിത വിപ്ലവം വ്യാപിക്കപ്പെട്ടു. അപ്പോൾ 75 മുതൽ 85 വരെയാണ് 2-ാം ഘട്ടം. അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിച്ചു. അതിൻ്റെ നേട്ടം എന്താണ്? ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളിൽ തന്നെ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉൽപ്പാദന ശേഷിയുള്ള വിത്തും നല്ല വളവും നല്ല കീടനാശിനികളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഭക്ഷ്യധാന്യത്തിൻ്റെ ഉൽപ്പാദനം കൂടും. നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട നിരക്ക് കുറയുകയും ഇന്ത്യ സ്വയം പര്യാപ്തമാവുകയും ചെയ്യുന്നു അല്ലേ. ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിനുള്ള ആശ്രയത്വം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങാറില്ല അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ മൂലം കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായി, സ്വയം പര്യാപ്തമായി. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടുകാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നത് കുറഞ്ഞു. ഇറക്കുമതി എന്ത് ചെയ്തു, കുറഞ്ഞു. കാർഷിക മേഖലയിലെ ഉയർന്ന ഉൽപ്പാദനം അഥവാ വിപണന മെച്ചം, മാർക്കറ്റഡ് സർപ്ലസ് സൃഷ്ടിച്ചപ്പോൾ വിപണന മെച്ചം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് കർഷകന് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കാൻ സാധിക്കുന്നതിനാണ് വിപണന മെച്ചം എന്ന് പറയുക. കർഷകന് സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിപണിയിൽ വിൽക്കുവാൻ സാധിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഉൽപ്പാദനത്തിലെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുമ്പോൾ അതിനെ വിപണന മിച്ചം എന്നാണ് പറയുക. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ മാർക്കറ്റിൽ വിൽക്കണതിന് വിളിക്കുന്ന പേരാണ് എന്ത്, വിപണന മിച്ചം. ഉൽപ്പാദനത്തിലെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് വിപണന മിച്ചം എന്നാണ്. ചോദിക്കാം. മാർക്കറ്റഡ് സർപ്ലസ് അഥവാ വിപണന മിച്ചം, അതായത് കർഷകന് സ്വന്തം ഉപയോഗം കഴിഞ്ഞ് ഉൽപ്പാദനത്തിലെ മിച്ചം കമ്പോളത്തിൽ വിൽക്കുന്നതിന് വിളിക്കുന്ന പേരാണ് വിപണന മിച്ചം. ധാന്യങ്ങൾ വിപണിയിൽ ബാക്കി വിൽക്കാൻ വേണ്ടി സാധിക്കുക, അതാണ് വിപണന മിച്ചം. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ കയ്യിലും ഈ ഭക്ഷ്യധാന്യമുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും അല്ലേ. ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷ്യധാന്യങ്ങളുടെ വിലയും കുറയും. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇത് താഴ്ന്ന വരുമാനക്കാരായ വിഭാഗങ്ങൾക്ക് പ്രയോജനം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞ് എന്ത് ചെയ്യും, എല്ലാ തരം ആളുകൾക്കും, വളരെ തുച്ഛമായ ശമ്പളത്തിലുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്തു, ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് എന്താണ്, ഭക്ഷണത്തിന് കുറവ്, ക്ഷാമം നേരിടുകയാണെങ്കിൽ നമുക്ക് ബഫർ സ്റ്റോക്ക് എന്താണ്, ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ ശേഖരം സൂക്ഷിക്കുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അപ്പോൾ ബഫർ സ്റ്റോക്ക് ആരാണ്, ഗവൺമെൻറ്റാണ് നിർണ്ണയിക്കുക. ഇനി അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ട് ഹരിത വിപ്ലവം ചെറുകിട വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അതായത് നമ്മുടെ കയ്യിലുള്ള കൃഷിഭൂമിൻ്റെ അളവനുസരിച്ച് കൂടുതൽ വിളവെടുക്കുന്ന സമയത്ത് കൂടുതൽ മെച്ചമാർക്ക് കിട്ടി, വൻകിട കർഷകർക്ക് കിട്ടി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൻകിട കർഷകർക്ക് കിട്ടുന്ന വായ്പയുടെ അളവ് എന്താണ്, കൂടുതലായിരിക്കും. പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ആർക്കാണ് കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുക, വൻകിട കർഷകർക്കാണ്. അപ്പം അത്തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യയുടെ ചിലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ അവർ കൂടുതൽ ലാഭം നേടി. കൂടുതൽ കൃഷിയുള്ളത്, കൂടുതൽ വരുമാനം ആര് നേടി, ജന്മിമാരുന്നല്ലേ. പണ്ട് ഒരുപാട് നില ഉണ്ടായിരുന്ന ആളുകൾ നേടി എന്നുള്ളതാണ്. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ഗുണം ഉണ്ടെങ്കിൽ ഒരു ദോഷം ഉണ്ടാകുന്നു. അത്യുൽപാദന ഗുണം ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, രോഗപ്രതിരോധ ശേഷി അവർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായി. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായ തോതിൽ കുറയാൻ കാരണമായി. നമുക്ക് നല്ല വെള്ളം വേണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, നമ്മളെല്ലാവരും ബോർവെല്ല് കുഴിച്ചു നിർത്താൻ മതി അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ഭൂഗർഭജലം ഒരുപാട് ഉപയോഗിച്ചപ്പോൾ ഭൂഗർഭജല ലഭ്യത കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ദോഷകരമായി ബാധിച്ചു. അപ്പോൾ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത എന്ത് ചെയ്തു, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം ബാധിച്ചു എന്നുള്ളതാണ്.
ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ് അരി. ഇപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ചില്ലേ, പഞ്ചാബ്, ഹരിയാന, ആന്ധ്ര, തമിഴ്നാട് പ്രദേശങ്ങളിൽ ഗോതമ്പിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ട് ഗോതമ്പ്, അരി എന്നീ വിളകളുടെ ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. മറ്റ് തിനവിളകളിലേക്കോ അല്ലെങ്കിൽ പഴം, പച്ചക്കറികളിലേക്കൊന്നും വ്യാപിക്കപ്പെടാൻ ആർക്ക് കഴിഞ്ഞില്ല? ഹരിത വിപ്ലവത്തിന് കഴിഞ്ഞില്ല. ഇനി ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് അല്ലേ എക്കണോമിക് റിഫോംസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണ്. 1991 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എങ്ങനെയായിരുന്നു? 80കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണത്തിലൂടെ കടന്നുപോയിരുന്നു. പ്രതികൂലമായ വ്യാപാര മിച്ചമായിരുന്നു, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വന്ന കുറവ്, വില വർധനവ്, ഗൾഫ് പ്രതിസന്ധി, പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്. സാമ്പത്തിക പരിഷ്കരണ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് 91 ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടുകയാണ്. അതിന് കാരണം 1980കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം, പ്രതികൂലമായ വ്യാപാര മിച്ചം, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വന്ന കുറവ്, വില വർധനവ്, ഗൾഫ് പ്രതിസന്ധി, പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്. പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്, ഗൾഫ് പ്രതിസന്ധി, വില വർധനവ്, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വന്ന കുറവ്, പ്രതികൂലമായ വ്യാപാര മിച്ചം, 80കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം എന്നിവയായിരുന്നു 91 സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഇനി ഇരുമ്പുരുക്ക വ്യവസായശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും. ബിലായ് റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ അല്ലേ റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേല റോജ എന്ന് പറഞ്ഞു അല്ലേ ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. ദുർഗയെ ആരാധിക്കുന്ന ആളുകൾ ബംഗാളുകാരാണ്. ബംഗാളുകാരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. വി പി മേനോൻ, ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം വി പി മേനോനും സർ സി ശങ്കരൻ നായരുമാണ് അല്ലേ. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ്? വി പി മേനോൻ. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിക്കുന്നത്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി, വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, 1952 ഒറീസയിൽ ഗവർണറായിരുന്നു. 52 ഒറീസയിൽ ഗവർണറായിരുന്നു അദ്ദേഹം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരാണ് എഴുതിയത്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ 2 പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് ആര്? വി പി മേനോൻ. ഇനി ഫ്രാൻസും പോർച്ചുഗലും. ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ. ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. ഈ ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരിയും കാരക്കൽ, മാഹി, യാനവും ഇന്ത്യൻ യൂണിയനിൽ 1954 ചേർക്കപ്പെട്ടത്. അപ്പോൾ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരിയാണെന്ന് ഓർക്കണം. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. ഇനി പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്നതാണ്. ഗോവയ്ക്ക് പോയ ആളുകൾക്കെല്ലാം മനസ്സിലാകും അല്ലേ. പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്നതാണ് ഗോവ, ദാമൻ, ദിയു. ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗലിന്റെ കീഴിലായിരുന്നു. 1961 പോർച്ചുഗലിന്റെ അധീനതയിൽ നിന്നും ഇന്ത്യൻ യൂണിയനിലേക്ക് ഗോവയും ദാമൻ ദിയും ചേർക്കപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. പോർച്ചുഗൽ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ ദിയു 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു. ഇനി സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം, എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടത്. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്ന് മുൻപ് അറിയപ്പെട്ടത് ആരാണ്? സംഗീത നാടക അക്കാദമിയാണ്.
സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലളിതകലാ അക്കാദമിയുടെ. ഇന്ത്യക്കകത്തും പുറത്തും ലളിതകല എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമായിരുന്നു ലക്ഷ്യം. സാഹിത്യ അക്കാദമി എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇതിൻ്റെ ഭാഗമാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്താറുണ്ടെന്ന് ഓർക്കണം. എല്ലാ വർഷവും നാടകമേള നടത്തുന്നവരാണ് സ്കൂൾ ഓഫ് ഡ്രാമയാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ആദ്യം സംഗീത നാടക അക്കാദമി അറിയപ്പെട്ടത്. ഇവരുടെ കീഴിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇവരാണ് എല്ലാ വർഷവും എന്ത് നടത്തുക? സ്കൂൾ ഓഫ് ഡ്രാമ നടത്തുക. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയ്യുക? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വായന വളർത്തുകയും ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും എന്ത് ചെയ്യുന്നു? വിദേശത്തും സ്വദേശത്തൊക്കെ ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തത് കൃതികൾ, എഴുത്തുകാർ, ഭാഷ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കൃതികൾ ഗോര ഗീതാഞ്ജലി ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളി ഭാഷയിൽ എഴുതുന്ന വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ബംഗാളി ഭാഷയിലാണ് ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ഗോര ഗീതാഞ്ജലി ടാഗോർ എഴുതി ബംഗാളി ഭാഷയിൽ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, രംഗാശ്രമം പ്രേമാശ്രമം, രംഗഭൂമി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ആരാണ് എഴുതിയത്? പ്രേംചന്ദ്, ഹിന്ദി ഭാഷയിൽ. പാഞ്ചാലി ശബ്ദം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. സുബ്രഹ്മണ്യ ഭാരതി അല്ലേ. ഇപ്പോൾ ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി, സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദിന്റെ കൃതികളാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി സമ്രാട്ടാണ് അല്ലേ പ്രേംചന്ദ്. അപ്പോൾ ഗോദാനും രംഗഭൂമി എപ്പോഴും ചോദിക്കുന്നതാണ്. ഗോദാൻ, രംഗഭൂമി, പ്രേമാശ്രമം, സേവാസദൻ ആരാണ് എഴുതിയത്? പ്രേംചന്ദ്. ഏത് ഭാഷ? ഹിന്ദി. തമിഴ് ഭാഷയിൽ അഗ്രഗണ്യനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി അല്ലേ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, പാഞ്ചാലി ശബ്ദം, സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ. ഇനി ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ പുസ്തകമാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ഉറുദു ഭാഷയിൽ അൽത്താഫ് ഹുസൈൻ ഹാലി എഴുതിയതാണ്. ഹയാത്ത് ഇ ജവീദ്, ഹയാത്ത് ഇ സാദി. അടുത്തത് മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എഴുതിയതാണ് നിബന്ധമാല. അപ്പം നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷ. മറാത്തി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല. അത് മലയാളം അല്ലേ. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയതാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളം വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷാ ദിനം ആശംസിക്കുന്നു. മുന്നോട്ടുള്ള വഴികളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.